ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന നല്ല അവസരം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാം ക്രിസ്തുയേശുവിലുള്ള സ്നേഹ വന്ദനവും സ്വാഗതവും പറയുകയാണ്. നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ രാജേഷ് ചെറിയാൻ തൻ്റെ സഹധർമ്മിണിയും ശോശാം ഇന്ന് പകൽ നമ്മളോടുകൂടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അവർക്ക് അവസരം നൽകി. ഇവിടെ തൊട്ടടുത്ത് നേരത്തെ ഇവിടെ അദ്ദേഹം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറയുവാനിടയായി. അടുത്ത് വാടകയിൽ താമസിക്കുന്നു. ഒരു സുവിശേഷകനാണ്. ഞങ്ങളുടെ സെൻറ്ററിൻ്റെയും അതുപോലെ റീജിയൻ്റെയും സെക്ഷൻ്റെയും ഒക്കെ തലങ്ങളിൽ അദ്ദേഹം വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ്. താനെ തൃശ്ശൂരിൽ തൻ്റെ വീട് പ്രിയപ്പെട്ടവർ ഷാരൂരുമായിട്ട് ബന്ധപ്പെട്ട് തിരുവല്ല ഷാരൂരിൻ്റെ അംഗമാനെ അറിയുവാനിടയായി. ഇന്ന് ഒന്നിച്ച് ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ ദൈവം തന്നെ അവസരം ഓർത്ത് കർത്താവിന് നന്ദി പറയും, അവർക്ക് സ്വാഗതം പറയുന്നു. നമ്മുടെ പ്രിയ സുബിനെ ഇന്ന് നമ്മളോടുകൂടെ കർത്താവിനെ ആരാധിക്കുന്നു. ആ മാതാപിതാക്കൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഈ സഭയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നേരിൽ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും മെസ്സേജുകൾ ഒക്കെ അയക്കുവാനും നിരന്തരമായി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ടായി. മകനെ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോൾ വിളിക്കുവാനും സംസാരിപ്പാനും ഇടയായി. മകൻ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാനിടയായി. സുബിനെ നന്ദി കരയിക്കുന്നു, സ്വാഗതം പറയുന്നു, വന്ദനം അറിയിക്കുകയാണ്. പ്രിയ റോയ്സാറിന്റെ പ്രിയപ്പെട്ടവളെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ട് വീണ്ടും മടങ്ങി വന്ന് ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് അവസരം നൽകിയല്ലോ. യാത്രകളിലും അവിടെ ആയിരുന്നതൊക്കെ കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പൈതലിനെ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അവസരം നൽകി. 1-2 മാസമായി ശാരീരികമായി ഉണ്ടായ അസ്വസ്ഥതയുടെ നടുവിൽ നടക്കുവാൻ ബുദ്ധിമുട്ട്, കൈകൊണ്ട് എഴുതുവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും അല്പസൗഖ്യം കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുവാനിടയായി. ചില മാസങ്ങൾ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ട്. എങ്കിലും ദൈവം ഇത്രത്തോളം നടത്തിയ വഴികൾ എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയും കാണുകയൊക്കെ ചെയ്ത് എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ധാരാളമായിട്ട് ദൈവം അനുവദിച്ചാൽ ഉള്ള ദൈവകൃപ കണ്ട് സന്തോഷിപ്പാനിടയാകട്ടെ. നാളെ ദൈവം അനുവദിച്ചാൽ അവളെ കൊണ്ട് കൂലിയിൽ വീണ്ടും പഠനത്തിനായി പോകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുനാമം എല്ലാം കൊണ്ട് മഹത്വപ്പെടാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും നമ്മുടെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് അതെല്ലാം അറിയുന്നു. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും പ്രശ്നത്തിന്റെ നടുവിലും നമ്മുടെ പ്രശ്നങ്ങളെ പരിഗണിച്ച് നമ്മളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് ഓർത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിനായി ശക്തീകരിച്ച് ബലപ്പെടുത്തി ആലോചനയിൽ വലിയ പ്രവൃത്തിയിൽ ഭയങ്കരമായ ആ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ അലങ്കരിപ്പാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ പൈതങ്ങൾ യാത്ര ചെയ്ത് ക്ഷേമമായി ബുധനാഴ്ച അവർക്ക് യാത്ര ചെയ്ത് ക്ഷേമമായിട്ട് അവിടെ എത്തിച്ചേരുവാനിടയായി കൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് അറിയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാ നിലകളിലും ദൈവം നമ്മെ നടത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസൻ നമ്മുടെ നടുവിലോ സ്ഥാപനമായി അദ്ദേഹത്തിന് സമയം വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പം വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് വരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അനവധി പ്രാവശ്യങ്ങൾ നമ്മൾ ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരു മടങ്ങിവരവിന്റെ സങ്കീർത്തനമായിട്ടാണ് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകം അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നീരസങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൈവത്തിന്റെ നീരസങ്ങൾക്ക് അവർ പാത്രീഭൂതരായിട്ടുണ്ട്. യേശു കർത്താവിനോട് വന്നപ്പോഴും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ
തലമുറകളുടെ പേര് വരട്ടെന്ന് പറഞ്ഞ് ചോദിച്ച് ശാപം വാങ്ങിയ ഒരു കൂട്ടം ആൾക്കാർ ലോകത്തിൽ മുഴുവൻ ചിതറിക്കപ്പെട്ട അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളാണ്. 70 വർഷത്തിന് മുമ്പുള്ള ആ കാലയളവ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു 50 വർഷത്തിന് മുമ്പുള്ള കാര്യം ചിന്തിച്ചു നോക്കിയാൽ, 100 വർഷത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ആ ചരിത്ര ഭാഗങ്ങളൊക്കെ നമ്മൾ ചികഞ്ഞന്വേഷിച്ചാൽ അവര് ജീവനത്തിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി അധികമായി കഷ്ടപ്പെട്ടവരാണ്. സ്തോത്രം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരെ ന്യായാധിപന്മാരെ ഒക്കെ അവരുടെ നടുവിൽ അയച്ചപ്പോൾ അവരോട് മത്സരിച്ച് അവരുടെ വാക്കുകൾ കേൾക്കാതെ, പ്രത്യേകിച്ച് നെഹമ്യാവിന്റെ പുസ്തകവും എസ്രയുടെ പുസ്തകവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മടങ്ങി വന്ന് ആലയം പണിയുമ്പോൾ പോലും അവരോട് മത്സരിക്കുന്ന രീതി നമ്മൾ കാണുന്നു. യെരമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പോയി അവരോട് ഉപദേശം മാത്രമല്ല പ്രവചന രൂപമായി ദൂതായിട്ട് പറയുമ്പോൾ തന്നെ പിടിച്ച് ആമത്തിലിടുകയും അതുപോലെ വലിയ ചെളിയുള്ള കിണറ്റിലിടുകയും പൊട്ടക്കിണറ്റിലിടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ആ ഭാഗത്ത് വായിപ്പാൻ കഴിയുന്നുണ്ട്. പ്രവാചകന്മാരെ ന്യായാധിപന്മാരെ അങ്ങനെ ചെയ്യുക മാത്രമല്ല കൊന്നുകളഞ്ഞ ഒരു സമൂഹമാണ്. അങ്ങനെയാണ് യേശുവിനെ അവർക്ക് തകർക്കപ്പെടുവാനുള്ള മനസ്സുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ആ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ മനുഷ്യൻ അല്ലെങ്കിൽ തിരിച്ചു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മടങ്ങിവരവിന്റെ പ്രാർത്ഥനയാണ് അതിന്റെ കോണ്ടസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്ര. കോരകപുത്രന്മാർ അത് പാടുമ്പോൾ ഒരു മടങ്ങിവരവിന് വേണ്ടിയാണ്. കോരക, ദാദാം, അബീരാം എന്ന് പറയുന്ന പിതാക്കന്മാർ ദൈവത്തോട് മത്സരിച്ച് ഈ ഭൂമി അവരെ വായി പിളർന്ന് കഴിഞ്ഞപ്പോൾ പുത്രന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കോരകപുത്രന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കോപം വെച്ചോണ്ടിരിക്കരുത്, അങ്ങയുടെ ധീരസ ഞങ്ങളോട് മതിയാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, യഹോവേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മളെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, വടക്കേണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ നമ്മൾ പോകുന്നു. തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു മടങ്ങിവരവാണ്. തിരിച്ച് നമ്മുടെ സ്ഥിരമായി നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയാണ്. വടക്കേണ്ടിയുടെ പ്രദേശങ്ങളിലും ഗൾഫിലും ഒക്കെ ആയിട്ട് അവിടെ പോയി അന്തേവാസികളായിട്ട് താമസിച്ച് ദീർഘവർഷങ്ങൾ സർവീസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ സ്തോത്രം എന്തോ ഒരു ശരീരത്തിലും മനസ്സിലും ഒരു കുളിർമയാണ് ഉണ്ടാകുന്നത്. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭയിലുള്ള ദൈവജനങ്ങൾ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഒന്ന് കാണുവാനായിട്ട് കാണുമ്പോൾ എത്ര അകന്നു പോയാലും ദൈവത്തിന് സ്തോത്രമാ നമ്മുടെ നെഞ്ച് പ്ലേസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉത്സാഹവും ആ കാർമികമായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ ഒന്ന് കാണുവാനായിട്ട് നമ്മുടെ മനസ്സിന് പ്രത്യേകമായ ഒരു കുളിർമയാണ് ദൈവം നമുക്ക് നൽകുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു മടങ്ങിവരവിന്റെ ആഹ്വാനമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൂടാതെ രക്ഷയുടെ കാര്യം 3 പ്രാവശ്യം പറയുന്ന ഒരു വേദഭാഗമാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യവും 7-ാം വാക്യവും 9-ാം വാക്യത്തിലും നമ്മൾ കാണുന്ന രക്ഷയുടെ കാര്യമാണ് എടുത്ത് ആവർത്തിച്ച് പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രക്ഷ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അല്പസമയം ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന, ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്ട് രക്ഷയെ കുറിച്ചാണ്. ഒരു കാലത്ത് സാറിനെ പോലുള്ള ദൈവത്തിന്റെ ദാസന്മാരെ സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് പ്രസംഗിക്കുമായിരുന്നു. അതിന്റെ എഴുത്തുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത്രത്തോളം അതിന്റെ ആവശ്യമില്ല എന്ന് ഒരുപക്ഷെ ചിന്തിച്ചത് കൊണ്ടായിരിക്കും അധികം പേരും അതിനുവേണ്ടി തുനിയുന്നില്ല. എന്നാൽ ഈ കാലഘട്ടം നമ്മുടെ വിശ്വാസത്തിൽ പ്രത്യാശയം മറിച്ചു കളയുന്ന ഹല്ലേലൂയ ഉപദേശ പിശകുകൾ നുഴഞ്ഞു കയറുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒന്നുകൂടെ അതിനോട് ഉറപ്പിച്ചു പറയുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്.
രക്ഷ എന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടുന്നതിന് ഹല്ലേലൂയ എന്താണ് കാരണം? ഹല്ലേലൂയ എന്ത് ചെയ്താൽ ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയും? രക്ഷയും മാനസാന്തരവും തമ്മിലുള്ള അടുപ്പം എന്താണ് എന്ന് ഒക്കെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇതിനകത്ത് ആ 3 വാക്യങ്ങളും ഒന്ന് വായിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 4ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4ാമത്തെ വാക്യം, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ റെസ്റ്റോർ ചെയ്യണം, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണം. സ്തോത്രം. എവിടുന്നോ സ്ഥാനം തെറ്റി പോയിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ സ്ഥാനം എവിടുന്ന് മറിച്ചു കളഞ്ഞിരിക്കുന്നു, അത് വഴുതി പോയിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷയുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മടങ്ങി വരുവാൻ ഒരുപാട് ആഹ്വാനങ്ങൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാമും ഇസ്ഹാക്കുമായിട്ട് സ്തോത്രം മോറിയ മലയിലേക്ക് താൻ ചില ദിവസത്തിന് മുമ്പേ ആ സ്ഥാനം കണ്ടു. മറ്റാരോട് പറയുന്നില്ലെങ്കിലും യാഗം കഴിക്കുവാനായി ഇസ്ഹാക്കുമായി പോകുമ്പോൾ സ്തോത്രം ഹൃദയഭേദമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകും കത്തിയുമുണ്ട്, തീയുണ്ട്, പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? അബ്രഹാം പറഞ്ഞു, യഹോവ ഈരേ എന്ന് പറഞ്ഞേ. യഹോവ ഈരേ, യഹോവ ഈരേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരെ വേണ്ടപ്പെട്ടവരാണ്, സഹകരിക്കുന്നവരാണ്, വായ് സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണം. എത്ര സമയം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കാണും. സ്തോത്രം. താൻ പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരും. തീർച്ചയായും കാണിക്കുക, ഞങ്ങൾ മടങ്ങി വരും. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഇവരുമായി മടങ്ങി വരും. ഇസ്ഹാക്കുമായി ഞങ്ങൾ മടങ്ങി വരും. ചാരം വഴിക്കൊണ്ട് വരികയില്ല, ഇവരെ കൊണ്ട് മടങ്ങി വരും. മടങ്ങി വരവിന് പ്രത്യാശയുണ്ട്. ഉജ്ജ്വലിച്ച് നിൽക്കുന്ന ആ പ്രത്യാശയോട് ഇന്ന് ഭഗവതിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വരുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ മടങ്ങി വരും. എത്ര ദൈവമക്കൾ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ചില വിഷയങ്ങൾ മടങ്ങി വരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഞങ്ങൾ മടങ്ങി വരൂ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മടങ്ങി വരുന്നുണ്ടോ? ഉണ്ട്. ഏതെങ്കിലും പ്രശ്നപൂരിതമായ അന്തരീക്ഷത്തിൽ പോയി നമ്മളവിടെ കുടുങ്ങിയാ, ഹല്ലേലൂയ, അഴിച്ചിട്ട് അടിച്ചിട്ട് ഹല്ലേലൂയ മടങ്ങി വരൂ. ആ കെട്ടുകൾ അടിച്ച് മടങ്ങി വരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതോർത്ത് ഇന്ന് മകനെ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരൂ. രക്ഷിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട്, രക്ഷ തരുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട്, ആ സാൽവേഷനിലേക്ക് തരുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് അവിടുന്ന് നമ്മൾ പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. രക്ഷിക്കുന്നവന് ശിക്ഷിക്കാനും അധികാരമുണ്ട്. രക്ഷിക്കുക മാത്രമല്ല, അവൻ ശിക്ഷിക്കാനും അധികാരമുണ്ട്. ഈ രക്ഷ കൊണ്ട് എന്റെ കർത്താവേ, എനിക്ക് രക്ഷ മാത്രമല്ല, ദൈവമേ, ശിക്ഷിക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയോട് ഞാൻ സേവിക്കുന്നത് എത്ര ദൈവമക്കൾക്ക് ബോധ്യമുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മുഖവിഷമില്ലാതെ രക്ഷ തരുവാൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ച്
മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കൊറോണയുടെ സമയത്ത് അനേകരുടെ നന്മകൾ അമക്കി വെച്ച് തട്ടിക്കൊണ്ടുപോയി സാത്താൻ പിടിച്ചു വെച്ചത് കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെയോ നമ്മളെ ചിതറിച്ചു കളഞ്ഞത്, നമ്മുടെ നന്മകൾ മാറ്റി വെച്ചത്, നമ്മളെ പ്രാർത്ഥിച്ചിട്ട് തരാതെ സാത്താൻ അതിനെ തൂത്തുവാരി നശിപ്പിക്കുവാൻ നോക്കി തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ, ആത്മീയത്തിന്റെ ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചു പിടിക്കുവാനായി സാത്താനോട് നമ്മൾ പറയുകയാണ്. സാത്താന് അധികം നാൾ നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. എന്റെ നന്മകൾ തിരിച്ചു വന്ന് ഞാൻ പിടിക്കുമെന്ന് ദൈവത്തിന്റെ ആരാധനയിൽ ദൈവമക്കൾ ഏറ്റെടുത്ത് തിരിച്ചു പിടിക്കുക. നിന്റെ നന്മകൾ തിരിച്ചു പിടിക്കുക. നീ ആരോഗ്യമായിരിക്കരുതെന്ന് പറഞ്ഞ്, നീ നന്മയോ പ്രാപിക്കരുതെന്ന് പറഞ്ഞ്, നീ വിടുതൽ പ്രാപിക്കരുതെന്ന് പറഞ്ഞ്, നീ സൗഖ്യം പ്രാപിക്കരുതെന്ന് പറഞ്ഞ് അവരമക്കി വെച്ചിരിക്കുന്ന എല്ലാ ശക്തിയുടെ നടുവിൽ നിന്ന് നമ്മളതിനെ തിരിച്ചു പിടിക്കുവാൻ തിരികെ വരുമെന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ യേശുവേ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ്, നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മടങ്ങി വരവ് എല്ലാ ദൈവജനങ്ങൾക്കും ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ താമസിക്കുമ്പോൾ, ഓരോ ദിവസം ഇവിടെ ജീവിക്കുമ്പോൾ, ഓരോ ദിവസം ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശാരീരിക മടങ്ങി വരവ് ആവശ്യമുണ്ട്, മാനസിക മടങ്ങി വരവ് ആവശ്യമുണ്ട്, ആത്മീകമായ ഒരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. യാഗം കഴിച്ച് വിധിയം പ്രാപിച്ച് അവര് മടങ്ങി വന്ന ദൈവത്തിന് സ്തോത്രം. അടിവാരത്തൂടെ കയറുന്ന ഒന്നുണ്ടെന്നൊക്കെ ആട്ടുകൊറ്റനുണ്ടെന്നൊക്കെ പ്രസംഗിക്കുമെങ്കിലും ഞാൻ പറയട്ടെ, എന്റെ കർത്താവിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒന്നിനെ കാട്ടിൽ കുരുക്കിയിടുവാൻ കഴിയും. ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് അവിടുന്ന് നടന്നു കയറേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ നിന്ന് കയറെ കെട്ടി ഇറക്കുവാൻ ചോദിച്ച അങ്ങനെ ഇറക്കാൻ കഴിയോ? ജീവനില്ലാത്ത ജീവൻ കഴിയോ? ആ സമയത്ത് ആടിനെ സൃഷ്ടിച്ചവിടെ കുരുക്കിയിടാൻ പറ്റോ? കുരുങ്ങിയില്ലെങ്കിൽ പോകേണ്ടത് കൽപ്പിച്ചാൽ അവിടെ ഇരുന്നോളും. എല്ലാം കർത്താവിന് കഴിവുണ്ട്. സ്തോത്രം. ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ കരുതല് ഹല്ലേലൂയ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അബ്രഹാമിന്. എന്താ പറഞ്ഞു കൊടുക്കുന്നത് അറിയാമോ? നീ വിശ്വാസത്താൽ പറഞ്ഞിട്ട് പോയില്ലേ ഞങ്ങൾ മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയാണ് ഈ കുരുക്ക് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആ കുരുക്ക് നിനക്ക് അഴിക്കുക. ഹല്ലേലൂയ. ഇത് നിനക്ക് വേണ്ടി കുരുക്കിയിരിക്കുകയാണ്. അത് മറ്റൊക്കെ ഓടിപ്പോവുകയില്ല. ഇത് നിന്റെ മകന് വേണ്ടി പകരമായിട്ട് ഞാനിവിടെ കുരുക്കിയിട്ടിരിക്കുകയാണ്. അതിന്റെ കുരുക്കഴിച്ച് നിനക്ക് യാഗം കഴിപ്പാനുള്ള ആട് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാണ്, പുറകോട്ടൊന്ന് നോക്കണം, പുറകോട്ട് നോക്കണം. നമ്മുടെ ആരംഭത്തിന്റെ സമയത്ത് ബിഗിനിങ് ടൈം ഉണ്ടല്ലോ. സ്തോത്രം. നമ്മളൊന്ന് നോക്കിക്കേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്തോത്രം 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 ഇതുവരെ കൊണ്ടുവന്നത്, ഇതുവരെ നമ്മെ നടത്തിയത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യഹോവയെ എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. നിന്റെ പോക്കറ്റ് കാലിയാകാതെ, നിന്റെ പേഴ്സ് കാലിയാകാതെ, നിന്റെ ആരോഗ്യം ഹല്ലേലൂയ തകർന്നു പോകാതെ, നീ രോഗിയായി കിടപ്പിലാകാതെ, ഹല്ലേലൂയ നീ നശിച്ചു പോകാതെ, നിന്റെ തലമുറ നിന്ന് പോകാതെ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചിലതിന് നിന്റെ പിൻഭാഗത്ത് നിർത്തിയതോർത്ത് ഹല്ലേലൂയ നമുക്ക് ഓർത്തൊന്ന് സ്വന്തം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ പ്രീവിയസ് ടൈമിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. ആ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? പുറകോട്ടൊന്ന് നോക്കിക്കേ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, പുറകിലേക്കൊന്ന് നോക്കാം. അങ്ങനെ മുമ്പോട്ട് നോക്കി നീ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിലപ്പോ പുറകോട്ട് ഒന്ന് നോക്കണം. അബ്രഹാമേ, നീ വാളെടുത്ത് ആ വാലന്റെ വിടലേക്ക് വെക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേട്ടാൽ മാത്രം പോരാ, ശബ്ദം കേൾക്കുമ്പോ പുറകോട്ട് നോക്കണം.
നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുകളിലോട്ട് നോക്കി ആകാശം, താഴെ നോക്കിയാൽ ഭൂമിയാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, എന്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം അപ്പുറകോട്ടൊന്ന് നോക്കണം. അബ്രഹാം പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഓ ആ നോട്ടം എവിടെയാണെന്നറിയാമോ? കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് തന്നെ മാത്രം വേർതിരിച്ച് ഒരു ദൈവത്തിലേക്ക് താൻ നോക്കിയത് വിശ്വസിക്കുകയാണ്. ദൈവമേ, ഇതിനാണ് എന്നെ കൊണ്ടുവന്നത്, ഇതിനാണ് എന്നെ കൊണ്ടുവന്നത്. എന്റെ ഏക മകനെ ഇവിടെ രക്തമൊഴുക്കാനാണ് എന്നെ കൊണ്ടുവന്നത്. സ്വർഗത്തിലെ ദൈവം അടയാളമായി കാണിച്ചു കൊടുത്തല്ലോ. ഞാൻ നിന്നെ വിളിച്ചവനാണെങ്കിൽ ഞാൻ വഴിയിൽ വിടുകയില്ല. ഞാൻ എത്തിപ്പിക്കാത്ത ദൈവമാണ്. അതിനാൽ ഈ ഗുരു കഴിക്കാൻ ഒരിടത്തിനെ തന്നത്. പ്രാർത്ഥിച്ച് ചില ഗുരുക്കുകൾ അഴിക്കപ്പെടുവാനായി, ചില അന്ധകാര ശക്തികളെ ഗുരുക്കുകൾ അഴിക്കപ്പെടുവാനായി, ചില ബന്ധനങ്ങൾ അഴിക്കപ്പെടുവാനായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. അതിലൂടെ ലോക ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു യാഗമാണ് നമ്മുടെ ലോക ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു യാഗമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ ചരിത്രങ്ങളിലും പലതും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ ചരിത്രത്തിൽ നന്നായി തക്കനിധികൾ എഴുതി ഇടം പിടിച്ചിട്ടുള്ള ഒരു യാഗമുണ്ടെങ്കിൽ അത് അബ്രഹാമിന്റെ യാഗമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോക സമൂഹങ്ങൾ എടുത്തു പറയുന്ന ഇസ്ലാമിക സമൂഹങ്ങൾ മറ്റൊരർത്ഥത്തിലാണ് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റു ചില പേരുകളിലാണ് അവര് അതിനെ വീക്ഷിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ സമൂഹം മുഴുവൻ എവിടെയൊക്കെ പ്രസംഗിക്കുന്നു, ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഒരാളെങ്കിലും ഈ കാര്യം പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചരിത്ര ഭാഗങ്ങളുടെ താളുകൾ നമ്മൾ മറിക്കുമ്പോൾ ഹല്ലേലൂയ, ചരിത്രത്തിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിധ നടത്തിയ ഒരു മക്കളും ഉണ്ടായിട്ടില്ല, ഒരു തലമുറയും ഉണ്ടായിട്ടില്ല. അവരെ നേടിയെടുത്ത് തിരിച്ചു വന്നപ്പോൾ ഇസഹാക്കിന്റെ കാലം വന്നപ്പോൾ ഇസഹാക്ക് നാട്ടിൽ വിതച്ചു. മടങ്ങി വന്നവൻ വിതച്ചപ്പോൾ സ്വത്രം അതിന് എത്ര മേരി കിട്ടിയെന്ന് പറഞ്ഞേ? 100 മേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വിത്തിട്ടാൽ ഒരു മണി ഉണ്ടായാൽ മതി, അതിനകത്ത് 100 മണി. ദൈവത്തിന് സ്തോത്രം. ഒരു പറ വിതച്ചാൽ 100 പറ. ഹല്ലേലൂയ. ആ ദേശത്ത് ആണ്ടിൽ ക്ഷാമത്തിന് ശേഷം ഒരു വിധ നടക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് അരുളി ചെയ്യുന്നത്, അങ്ങനെ ചാരമാകാത്തവരെ തിരിച്ചു കൊണ്ടുവന്ന് ലോകത്തിന് കാഴ്ചവെച്ചപ്പോ അവർ വിതച്ചത് 100 മേനിയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് പ്രാർത്ഥിക്കുന്നവരെ 100 മേനിയാകട്ടെ. അത് അനുഗ്രഹമാകട്ടെ, അത് വിടുതലാകട്ടെ, അത് ശ്രേഷ്ഠമാകട്ടെ. നമുക്കൊരു മണിയെ ഉള്ളെങ്കിലും അതൊന്നും താഴെ ഇട്ടുണ്ട്. സ്വന്തം കർത്താവ് പറഞ്ഞ വാക്ക് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ ഒരു ഫലമുണ്ടാകില്ല. അത് നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ ഫലമുണ്ടാകും. സ്തോത്രം, 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 സ്തോത്രം. ഒന്നിച്ചെങ്കിലേ കഴിഞ്ഞ ഒരു തലമുറ ജൈവികമായി നമ്മൾ ചിന്തിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിൽ നേരത്തെ ഞങ്ങളിരുന്ന സഭകളിലെ പല പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരാളുടെ ട്യൂണർ സർവീസ് തിങ്കളാഴ്ച നടക്കുകയാണ്, ജോലി പിടിച്ചായന്റെ തിങ്കളാഴ്ച നടക്കുകയാണ്. ചിലർക്ക് 10-95 വയസ്സ് ജീവിച്ചു, മറ്റു ചിലര് 25. സ്വത്രം. മറ്റു ചിലർ അതിലും താഴെയാണ്. സ്വത്രം. ഈ ഭൂമി അതിനെല്ലാം ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. ഒരുപാട് ഫലം കായ്ച്ചവര് അതെല്ലാം അവസാനിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തു. ഒരൊറ്റ ഫലം മാത്രം കിട്ടുന്ന ഒരു ചെടിയാണ് വാഴ. ഒരൊറ്റ ഫലമേ അതിൽ നിന്ന് കിട്ടൂ. അടുത്ത ചെറിയൊരു കുഞ്ഞു വാഴയ്ക്ക് ജന്മം കൊടുത്തിട്ട് അതിവിടെ നിന്ന് ജയിച്ചിവിടെ പോവുകയാണ്. എല്ലാം
മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെല്ലാം നമ്മൾ നോക്കിക്കുകയും ഇവിടെ ചത്ത് ജയിച്ച് ഈ ഭൂമിയിൽ ചേരുകയാണ്. സ്വന്തം സൂര്യനിൽ കോടാനുകൂടി കണ്ണ് കീരിമൊക്കെ കത്തുന്നുണ്ട്. ഓരോ സെക്കൻഡിനും അത് കത്തുന്നത് കൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ട അന്നജം അതുകൊണ്ട് പാകം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ട നന്മകൾ അവിടെ ലഭിക്കുന്നത്. സ്വത്രം അതെല്ലാം കത്തി നശിക്കുകയാണ്. ഒരു കാലത്ത് വിറക് കൊണ്ട് മാത്രം നമ്മൾ ആഹാരം പാകം ചെയ്തിരിക്കുന്ന ആ വിറക് കത്തുമ്പോൾ വിറക് ചാകുകയാണ്. അതുകൊണ്ടാണ് മനോഹരമായ ഭക്ഷണം നമ്മുടെ മേശകളിൽ തീന്മേശകളിൽ വരുന്നത്. ഒന്നിച്ചാകാതെ ഒന്നൊരിക്കലും ജീവിക്കുകയില്ല. സ്വത്രം ദൈവികമായിട്ടുള്ള പ്രമാണം അതാണ്. ഹല്ലേലൂയ. ഒന്ന് മരിക്കുമ്പോഴാണ് മറ്റൊന്ന് ജീവിക്കുന്നത്. ഇവിടെ ഇസഹാക്കിനെ യാഗം കഴിച്ചെന്ന് തന്നെയാണ് പ്രമാണത്തിൽ പറയുന്നത്. ഒന്ന് ചത്തപ്പോൾ മറ്റൊന്ന് ജീവിച്ചു. ഒരാട് ചത്തപ്പോൾ ഇസഹാക്ക് ജീവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മൾ ജീവിച്ചു. എത്ര പ്രത്യാശയുള്ള ദൈവമക്കളായി ക്രിസ്തുവിന്റെ മരണം നിക്ഷേപിക്കുന്നവർക്ക് ഇതൊരു വലിയ ഉദാഹരണമാണ്. ഒന്ന് മരിച്ചെങ്കിലേ മറ്റൊന്ന് ജീവിക്കുകയുള്ളൂ. യേശു മരിച്ചത് കൊണ്ടാണ് കോടാനുകോടി ജനങ്ങൾ ജീവിപ്പാറുടെയായ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയുടെ കാര്യത്തിലേക്ക് ഒന്നൊന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് താമസിക്കാതെ വാക്കുകൾ കുത്തിടുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താ രക്ഷ? സ്തോത്രം. ഫണ്ടമെന്റൽ ഡോക്ടർ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് 7 ഉപദേശങ്ങളാണ്. മാനസാന്തരത്തോടു കൂടിയാണ് രക്ഷ നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മാനസാന്തര സ്നാനം, പരിശുദ്ധാത്മാവ്, പിന്നെ എന്താണ്? കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഇങ്ങനെ ക്രമമായിട്ട് 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 8 പ്രമാണത്തിൽ നമ്മളില്ല. പിന്നെ ഒരുപാട് കൽപ്പനകൾ ബൈബിളിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ചിലര് സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 5-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാട്ട് 26-27 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുരുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി എന്ത് ചെയ്തു? തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇത് വചനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നാനമല്ല. സ്നാനത്തെ കുറിച്ച് ധാരാളം വാക്യങ്ങൾ അതൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് ക്ലാസ് എടുത്തിട്ടാണ് നമ്മളെ സ്നാനപ്പെടുത്തിയത്. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട പിന്നെ രക്ഷ വേണ്ടെന്ന് പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ബ്രദറുകാർ പഠിപ്പിൽ അങ്ങനെയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? റോമർ 10:9 നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം. രക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈവക്കിയ രക്ഷയാകുകയില്ല, തലകുലിക്കിയ രക്ഷയാകുകയില്ല, ചിരിച്ചു കാണിച്ച രക്ഷയാകുകയില്ല. നമ്മൾ കൺഫ്യൂസ് ചെയ്യണം. യേശു എന്റെ രക്ഷകനാണെന്ന് നമ്മൾ ഏറ്റു പറയണം. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. എന്താ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായു കൊണ്ട് ഏറ്റു പറയണം. കൈവക്കിയ രക്ഷയാകുകയില്ല. അതാ രക്ഷിക്കപ്പെടുന്നത്. അത് ഈ മാനസാന്തരപ്പെട്ടവർ മാത്രമേ പറ്റൂ. അതാണ് മാനസാന്തരത്തിന്റെ കാര്യം പറഞ്ഞ്. ആ മാനസാന്തരം അത് കഴിഞ്ഞാണ് ജലസ്നാനം. വചനം കേട്ടാൽ മതി സ്നാനമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അങ്ങനല്ല. യേശുവാണ് നമുക്ക് മാതൃക കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനപ്പെട്ട് നമുക്ക് മാതൃക കാണിക്കരുത്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ നടപടികളുടെ പുസ്തകം ഒരുപാട് സ്നാനങ്ങൾ അവിടെ കാണുന്നു. ഷണ്ടന്റെ സ്നാനം, കൊർന്നല്യോസ്, മറ്റൊരുപാട് പേരുടെ സ്നാനങ്ങൾ നമ്മളവിടെ കാണുകയാണ്. യേശു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ പിന്തുടർന്നതുമായ കൽപ്പനയാണ് നമ്മൾ അംഗീകരിക്കുന്ന പെന്തിക്കോസ്തുകാരെ അംഗീകരിക്കുന്ന. ഈ പ്രദേശത്ത് ഒരുപാട് പേര് മർത്തോമക്കാര്, CSCക്കാര്,
പക്ഷേ പെന്തിക്കോസിൽ ഇന്ന് സ്നാനം വിലക്കി തുടങ്ങി. സാൽവേഷൻ ആർമിക്കാർക്ക് സ്നാനമില്ല. കൊടി പൊക്കിയാൽ സ്നാനമായി ഒരു കൊടി ആ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ കൊടി ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന്റെ കീഴിലൂടെ ഇങ്ങനെ സ്നാനപ്പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ ബൈബിളിൽ നിന്ന് നിരക്കാത്ത ഓരമായ ഒരു പ്രഖ്യാപനമാണത്. സ്തോത്രം. ബാക്കി കാര്യമെല്ലാം അവർ അംഗീകരിക്കുകയാണ്. ഞാൻ പറയട്ടെ, സത്യവേദ പുസ്തകത്തിലെ ആ വാക്യങ്ങൾ 2-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിച്ച് 41 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒന്ന് പറയുന്ന ഒന്ന് അടുക്കായിട്ടൊന്ന് വായിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചൊന്ന് നമുക്ക് കേൾക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു നിർബന്ധിച്ച് അവരെ പറഞ്ഞ് മാനസാന്തരപ്പെടണമെന്നോ രക്ഷിക്കപ്പെടണമെന്നോ ഒന്നും പറഞ്ഞതല്ല. വചനം പറഞ്ഞപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ശേഷം അപ്പോസ്തലന്മാരോടും അവരെ 11 പേരോടും കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നാണ് പ്രസംഗിച്ച്. എല്ലാവരും കൂടെയാണ്. പക്ഷെ ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരം. അടുത്ത സ്നാനത്തെ കുറിച്ച് പറയാണ്. കുറച്ചു പേരും നല്ല പറഞ്ഞ് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അടുത്ത 3-ാമത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. അടുത്തത് 4, കണ്ടോ? അടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശം. കണ്ടോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം. അടുത്തത് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. 7 ഉപദേശങ്ങൾ. ഈ 7 ഉപദേശത്തിലാണ് സഭ നിൽക്കുന്നത്. അടിമയും ഉടമയും അടിയറക്കണ്ട ഒരടിസ്ഥാനമാണ് സത്യവേദ പുസ്തകത്തിലേത്. അതിന്റെ മതിമയെ മാറ്റിക്കളയാൻ ലോകത്തിൽ ഒരു ഉപദേശകനും അതിന് സാധിക്കയില്ല. ഇത് യേശുവിട്ട ഉപദേശവും അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. ഏതടിമയ്ക്കും ഉടമയ്ക്കും, ഏതുള്ളവനും ഇല്ലാത്തവനും, ഏത് ചെറിയവനും വലിയവനും, അതാണ് പത്രോസ് പറഞ്ഞത്. ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിലുമല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും. ഹല്ലേലൂയ. യേശുവിനോട് ചേരാനാണ് സ്നാനപ്പെടുന്നത്. സഭയോട് ചേരാനാണ് സ്നാനപ്പെടുന്നത്. അറിവുകൊണ്ട് സ്നാനമാകുന്നില്ല കേട്ടോ. അറിവ്. ഹല്ലേലൂയ. ചിലർക്ക് അറിവ് മതി സ്നാനത്തിന്. ഓരോ മക്കളെ, നമ്മൾ കാലം ചെയ്യുമ്പോൾ, കാലപ്പഴക്കമാകുമ്പോൾ എല്ലാ കാലഘട്ടപ്പെട്ടു പോയി നമ്മൾ വിചാരിക്കരുത്. സ്തോത്രം. പൈസ കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രതാപം കൊണ്ടോ ഒന്നും ഈ തിരുവചനത്തെ ആരും അളക്കരുത് കേട്ടോ. അതെല്ലാം ഇവിടെ നശിച്ചു പോകും കേട്ടോ. അതെല്ലാം ഇവിടെ നമ്മൾ ഇട്ടേച്ചു പോകും. ഈ പ്രമാണത്തെ നമ്മൾ വിറ്റ് തിന്നരുത്. പ്രമാണത്തെ വിറ്റ് തിന്നരുത്. പ്രമാണം വിറ്റ് തിന്നാൽ അതൊരു ശാപമാണ്. അങ്ങനെയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല ദൈവമക്കളെ. വലിപ്പം കാണിക്കരുത്. ഈ പ്രമാണം ദൈവപ്രമാണമാണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ദൈവവചനത്തിലോ ഒന്ന് പറഞ്ഞേ നിങ്ങളെ വള്ളിയെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കൽപ്പന ഒഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, ഒരു സായിപ്പനോട് പറയുക, നാളെ നീ സഭായം നടത്തില്ലേ? ഇനി സഭായം നടത്തില്ല. ഞാൻ ഞെട്ടിപ്പോകും. എന്നോട് പറയാം, അന്നത്തെ ദിവസം നീ സുവിശേഷം പറയാമോ? നീ ട്രാക്ട് കൊടുക്കുന്നുണ്ട്, ട്രാക്ട് അടിച്ച് പുസ്തകമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങ് പോയാൽ മതി.
സഭായോഗം നടത്തണമെന്ന് അവരെ കൂടി വന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥന ആചരിച്ച് അപ്പം നോക്കി ഞാൻ പറഞ്ഞു ഇതൊക്കെയോ എനിക്കറിയാവുന്ന ഭാഷ നിനക്ക് പൈസ തരണം നീ കുറച്ച് പേരെ ഒരു പ്രത്യേക സഭ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു ഇത്രയും നാള് പാവപ്പെട്ട ദൈവമക്കളുടെ അന്വേഷണവും സഹകരണവും പ്രാർത്ഥനയും സ്വതന്ത്രം കൂടുതലും കുറച്ചുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വതന്ത്രം ഒന്നും കിട്ടിയില്ലെങ്കിലും സ്വതന്ത്രം സ്വതന്ത്രം അവസാനം വരെ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ചെയ്യണം. പൈസയൊന്നും എനിക്ക് വേണം. കുറച്ചു പേര് എന്നെ നോക്കി. ഞാൻ ചോദിച്ചു വയ്യായൂരുക്കിപ്പോർമ്മി ഒന്നും ഇല്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നും പറഞ്ഞു കാട്ടിലേക്ക് മടക്കി എന്നോട് മാത്രമല്ല വേറെ ചിലരോട് പറഞ്ഞു. ചിലരൊക്കെ പോയി അവർക്ക് പൈസ കിട്ടി. എനിക്ക് സമാധാനം കിട്ടി. ഇവിടെ കൊണ്ട് തീരും ബാക്കിയല്ല. എനിക്ക് ഇന്നും വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ മായം ചേർക്കാതെ ഞങ്ങളെ 3 പേരെ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ നിത്യതയിൽ പോയി. സ്വത്രം അദ്ദേഹത്തോട് എനിക്ക് കണക്ക് പറയണം. സ്വത്രം ഹല്ലേലൂയ. കത്തോലിക്കരെ കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അവരുടെയൊക്കെ നടുവില് ഹല്ലേലൂയ എനിക്ക് എന്തോ പറയാൻ പറ്റും. ഞാൻ സുവിശേഷം പറഞ്ഞ അനേകരെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അവരോട് എന്ത് സമാധാനം പറയും, അവർക്ക് എന്ത് കൂട്ടായ്മയുടെ പലങ്കരങ്ങൾ ഞാൻ കൊടുക്കും. തിരുവചനം അത് നമ്മളെ അനുശാസിക്കുന്ന പോലാണോ? കുറച്ചു കഴിയുമ്പോൾ 1 ലക്ഷം രൂപ ഒരു മാസം കിട്ടിയാൽ നല്ലതല്ലേ? ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പ്രിയരെ, അതിലൊക്കെ 1 കോടിയേക്കാൾ കോടിക്കണക്കിന് കണ്ണില്ലെന്ന് മരിക്കുന്ന പ്രമാണം നമുക്ക് വേണ്ട. ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആ സഭയുടെ പ്രമാണത്തിൽ ഇന്ന് മകനെ നമുക്ക് ഉത്സാഹിക്കാം, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങളെ പറയാം. ദൈവദാസന്റെ അവസാനം വ്യക്തികൾ കൊടുക്കാം. സാക്ഷ്യം പറയുവാൻ സാക്ഷ്യം പറയാൻ അവസരം നൽകുന്നു. പ്രിയപ്പെട്ടവർ സാക്ഷ്യം